ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ മീറ്റിങ്ങിൽ നമ്മൾ തീരുമാനം എടുത്തിട്ടുള്ളത് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട്. നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ കുറവ് കൂടിയുണ്ട്, അതും നമ്മൾ അടിയന്തരമായിട്ട് പരിഗണിക്കും. ഇതുമായിട്ട് ബന്ധപ്പെടാത്തത് ആ ആ മെൻ്റർ ടീച്ചർ അത് നിങ്ങൾ പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് തന്നെ അടിസ്ഥാനമില്ലാത്ത സെൻറ്റൻസാണ്. ഈ സർക്കാർ പിരിച്ചുവിട്ടു എന്നുള്ള ആ ഒരു വാചകം. കാരണം ഈ കഴിഞ്ഞ മാർച്ച് 31-നാണ് അവരെ പിരിച്ചുവിട്ടിട്ടുള്ളത്. 31-ന് UDF സർക്കാർ അധികാരത്തിലേറിയിട്ടില്ല. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ സത്യപ്രതിജ്ഞ കണ്ടിട്ടുള്ളതാണ്. എന്നാണ് ഈ സർക്കാർ അധികാരത്തിൽ കയറിയത് എന്നുള്ളത് മെയ് മാസം 18-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ നടന്നത്. അപ്പം മാർച്ച് മാസം 31-ന് പിരിച്ചുവിടപ്പെട്ട, അതായത് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർച്ച് 31-ന് അവരുടെ കാലാവധി 10 മാസത്തേക്കാണ് അവരുടെ സേവനം വകുപ്പ് ഉറപ്പുവരുത്തുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് മാർച്ച് 31-ന് കഴിഞ്ഞതിനെ ഈ സർക്കാർ വന്ന് പിരിച്ചുവിട്ടു എന്നുള്ള തരത്തിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പരാമർശങ്ങൾ ഇപ്പം താങ്കൾ ചോദിച്ചതുപോലെ തന്നെ പലരുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അത് അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മെൻ്റർ ടീച്ചർ നമ്മുടെ സ്റ്റേറ്റിൽ മൊത്തം 326 പേരാണുള്ളത്. അതിൽ അട്ടപ്പാടിയിൽ 26 പേരും, പാലക്കാട് 30 പേരും, നിലമ്പൂർ മേഖലയിൽ 29, അതുപോലെ മാനന്തവാടി 90, സുൽത്താൻ ബത്തേരി 77, കൽപ്പറ്റ 74. ടോട്ടൽ നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ നോക്കിയാലും 326ഓളം മെൻ്റർ ടീച്ചേഴ്സാണുള്ളത്. അപ്പം അത് ഈ കുട്ടികളെ നമ്മളിപ്പം ഈ വർഷത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പ് നടന്ന ഒരു വർഷമാണ്. എലക്ഷൻ പ്രോട്ടോക്കോൾ നിലവിലിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലേത് മെയ് മാസം പകുതിക്ക് ശേഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ചെയ്ത് അതിൽ ഇൻ്റർവ്യൂ നടത്തി ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കും. കാരണം ഇതൊരു സ്ഥിര നിയമനമല്ല, ഓരോ വർഷവും കരാർ അടിസ്ഥാനത്തിലാണ് ഈ മെൻ്റർ ടീച്ചേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പിരിച്ചുവിടുക എന്നുള്ളത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അതിന് ബന്ധപ്പെട്ട ഉത്തരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. 31/3/2026 അവരുടെ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ സേവനം അവസാനിച്ചത്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഓരോ വർഷവും പുതിയതായിട്ട് നമ്മൾ എടുക്കുകയാണ്. പിന്നെ കരാർ പുതുക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പുതുതായിട്ട് നോട്ടിഫൈ ചെയ്ത് എടുക്കും. അതിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആളുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആരാണോ അവർക്ക് കിട്ടും. അതാണ് അതിൻ്റെ രീതി. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഈ വർഷം അങ്ങനെ തന്നെ. അപ്പോൾ ഈ പിരിച്ചുവിട്ടു എന്നുള്ളത് തെറ്റായ ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു പരാമർശമാണ്. അല്ല, അതാ പറഞ്ഞത്. അതിപ്പം ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. ആരിട്ടാലും അത് തെറ്റായ ഒരു പരാമർശമാണ്. അതിന് സർക്കാരിൻ്റെ തന്നെ ഉത്തരവുണ്ട്. പിന്നെ എങ്ങനെ പറയാൻ പറ്റും? അതെല്ലാവർക്കും അവൈലബിൾ ആണല്ലോ സർക്കാർ ഉത്തരവുകളൊക്കെ. അതായത് 377 കോടി രൂപ സ്കോളർഷിപ്പ് അരിയേഴ്സായിട്ട് SC/ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുത്തു തീർക്കാനുണ്ട്. അതെന്തോ 377 കോടി രൂപയാണ് സംസ്ഥാനത്ത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഇനത്തിൽ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ സർക്കാർ അങ്ങനെ ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ പാവപ്പെട്ട കുട്ടികൾക്ക് ഏറ്റവും അടിയന്തരം, ഇപ്പോൾ ഒരു കുട്ടി ഒരു കോഴ്സിന് ചേർന്നാൽ അവർക്ക് ആ കോഴ്സ് നടക്കുന്ന സമയത്താണ് വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കേണ്ടത്. പക്ഷേ അത് കൃത്യമായിട്ട് എന്തുകൊണ്ട് ആ സർക്കാർ ചെയ്തില്ല എന്നുള്ളതിന് മറുപടി പറയേണ്ടത് അവരാണ്. എന്തായിരുന്നാലും കൃത്യമായിട്ടുള്ള കണക്ക് പ്രകാരം ഇത്രയും കോടി രൂപ അവർ അരിയർ വരുത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു തീരുമാനം ഏറ്റവും അടിയന്തരമായിട്ട് ഈ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് ഈ സർക്കാർ സമയബന്ധിതമായിട്ട് കൊടുത്തു തീർക്കും എന്നുള്ളതാണ്. 1,00,000. ഓക്കെ. 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 അതിൽ SC വിഭാഗത്തിൽ നമുക്ക് ഏകദേശം പോസ്റ്റ് മെട്രിക്കിൽ 1,25,000 കുട്ടികൾ,
പ്രീ മെട്രിക് വിഭാഗത്തിൽ 55,000 കുട്ടികൾ, പിന്നെ അതേഴ്സിൽ 500 കുട്ടികൾ, ഇത്രയും ഉണ്ട്. എസ് സിയുടെ മാത്രമാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ ഒരു സർക്കാർ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞിട്ട് അത് മറ്റൊരു ഏറ്റവും താഴെത്തട്ടിലുള്ള കുട്ടികൾ അത് അനുഭവിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ സർക്കാർ അത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അത് കൊടുത്തു തീർക്കും. കാരണം അവർ വീഴ്ച വരുത്തിയതാണെങ്കിലും അത് നമ്മൾ തീർക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം നമുക്ക് ആ സർക്കാരിനോടല്ല, നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടും വിദ്യാർത്ഥികളായിട്ടുള്ള പിന്നോക്ക വിഭാഗത്തിൽ പെട്ട കുട്ടികളോടുമാണ് നമുക്ക് പ്രതിബദ്ധത. അത് ഈ സർക്കാർ പൂർത്തീകരിക്കും. എസ് ടി ഉണ്ട്, എല്ലാവരും ഉണ്ട്. എസ് സി എസ് ടി രണ്ടും ചേർന്നിട്ടാണ് ഇത്രയും 377 കോടി.